എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കൊള്ളുക. അത് എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾക്ക് സ്വീകാര്യമായ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു വ്യക്തിപരമായ ജീവിതം എനിക്കുണ്ടെങ്കിൽ മാത്രം എന്നെ നിങ്ങൾ സ്വീകരിച്ചാൽ മതി. ചിലപ്പോൾ ചിലവർക്കെങ്കിലും എന്നെ സ്വീകരിക്കാൻ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. വ്യക്തിപരമായ വ്യത്യസ്ത അഭിപ്രായങ്ങളും എതിർപ്പുകളും എന്നോടുണ്ടാകും. അത് എനിക്കൊരു പ്രശ്നമുള്ളൊരു കാര്യമല്ല. അപ്പം അത് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ ഒരു തുറന്ന പുസ്തകമാക്കി നിങ്ങളുടെ മുമ്പിൽ വെച്ച് തരാം. ഇതൊക്കെ തന്നെയാണ് ഇന്ന് സങ്കീർത്തകൻ പറയുന്ന കാര്യം. കർത്താവെ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക, എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക, ഉരച്ചു നോക്കിക്കൊള്ളുക. ഇങ്ങനെ പറയാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മളുടെ ജീവിത പങ്കാളിയുടെ അടുത്തും നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തും നമ്മുടെ കുടുംബാംഗങ്ങളുടെ അടുത്തും ഒക്കെ പറയാൻ പറ്റും. അപ്പോഴാണ് നമ്മളൊരു തുറന്ന പുസ്തകമായിട്ട് മാറണം. അല്ലാണ്ട് ഞാൻ എന്നെ ഒരാളുടെ മുമ്പിലും തുറന്നു വെക്കുകയില്ല, എന്നെ ഒരാളും പരിശോധിക്കാൻ പാടില്ല, എന്നെക്കുറിച്ച് ആരും ഒരു ചോദ്യവും ചോദിക്കാൻ പാടില്ല. അതൊരു ഇടുങ്ങിയ ചിന്താഗതികളുടെയൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. അങ്ങനെ നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകും? ഒരു സമൂഹ ജീവിയായിട്ട്, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പം എന്നെ പരിശോധിക്കാനും എന്നെ വിലയിരുത്തുവാനും മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും അവരവരുടേതായ ചിന്താഗതികളുടെ രീതികളിലൂടെ പരിശോധിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോഴേ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയണ അഭിപ്രായങ്ങളെ അതിൻ്റെ പരിധിയിൽ നിന്ന്, അതിനേക്കാളും വലിയ അയാൾ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു, അയാൾ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു, അതങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാൻ ഇടവരാതിരിക്കണമെങ്കിൽ ജീവിതത്തെ ഇങ്ങനെ നോക്കിക്കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഈശോ നമ്മളെ അനുഗ്രഹിക്കും.